ഹലോ ഗൈസ്, വെൽക്കം ടു സൗദി അറേബ്യ. ഇന്ന് നല്ല മഴയാണ് ഇവിടെ പെയ്യുന്നത്. നല്ല നിലാവും നല്ല മഴയും. നിലാവില്ലല്ലോ. അല്ലല്ല, നീ നിലാവെന്ന് പറഞ്ഞു. നിലാവ് കാണാനല്ലോ. ബാക്കി പറഞ്ഞോ, പ്രശ്നമില്ല. സുന്ദരമായ കാറുകൾ, സുന്ദരമായ മരങ്ങൾ കണ്ടോ ഗൈസ്. ഇവിടത്തെ മരം കണ്ടോ ഗൈസ്. മഴയാണ് ഗൈസ്, മഴ, അടിപൊളി മഴ ഗൈസ്. നാട്ടിലത്തെ ഒരു ഫീലിംഗ് അല്ലേ? നാട്ടിലത്തെ ഫീൽ. ഒരു ചായ, കാപ്പി, പാട്ട്, എന്ത് വേണം ഗൈസ്. ഇതാണ് ഷേഖിന്റെ വീട് ഗൈസ്. ഇതാണ് ഇവിടത്തെ സ്ക്രീൻ, വലിയ സ്ക്രീൻ ഗൈസ്. ഇതാണ് ഇവിടത്തെ വലിയ ഹോണ്ട ഗൈസ്. പൂക്കളുണ്ടോ ഗൈസ്? ഇത്ര സുന്ദരമായ പൂക്കള്. ആൾക്കാർ കമന്റ് ഈ പറഞ്ഞ ആള് ആരാണെന്ന് ഓരോ മുഖം കൂടി എന്റെ മുഖം ഇല്ലല്ലോ. ഭംഗി, ഇത്ര ഭംഗിയുള്ള സൗദി അറേബ്യ എവിടെ കാണാൻ ഗൈസ്? ഈ ഓവറാക്കുന്ന എനിക്കറിയില്ല. ഇതാണ് നജിം. ഇവിടെ ഏത് ചെറിയ ആക്സിഡന്റ് വലിയ ആക്സിഡന്റ് നടന്നാല് ഇവരെ വിളിച്ചാല് വരും. കാരണം വണ്ടി റോഡിൽ നിന്ന് എടുക്കണമെങ്കിൽ ഇവർ വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല ഫൈൻ നിങ്ങൾ കൊടുക്കേണ്ടി വരും. നജിമിനെ വിളിക്കേണ്ടി വരും. നല്ല അന്തരീക്ഷം, പിന്നെ കാണാനും നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇവിടെ നട്ട് വളർത്തിയിരിക്കുന്നത്. ദമാമിലാണ്, സീക്കോ ഏരിയ ഭാഗത്താണ് ഈ കാഴ്ചകളുള്ളത്. നല്ല സൺഫ്ലവർ. ഞാൻ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് ഇടലില്ല. ഇവിടുന്ന് റൈറ്റ് പോയാൽ കോർണിഷ്, പ്രിൻസ് നൈഫ് റോഡ്, കിങ് സൗത്ത് സ്ട്രീറ്റ്. കട്ടിങ് പരിപാടി ഒന്നും. അതാണ് നമ്മളെ കൂട്ടുകാരൻ, നമ്മളെ കൂടെ ഉള്ളത്. കുറച്ച് മുമ്പ് കമന്റ് ചെയ്ത ആളാണ് അയാള്. അതെ, ഇപ്പൊ ഒന്ന് നാട്ടിലെവിടെ എക്കണെന്ന് പറഞ്ഞു. വെൽക്കം ടു അച്ചു വ്ലോഗ്സ്. യെസ്, ഇവിടുത്തെ ഫേമസ് വ്ലോഗേഴ്സ് ആണ്. ചാളിയാക്കി നിന്നെ കൊണ്ട് യൂട്യൂബിന്റെ ബ്ലോക്ക് പ്രൊമോട്ട് ചെയ്ത് തരാം. ഇവിടെ മഴ പെയ്താലുണ്ടല്ലോ, ആ കാഴ്ചകൾ ഒരു സംഭവം നല്ല രസമാണ്. റോഡും അല്ല നല്ല ഇത് ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഇവിടെ ഈ പുരോഗമനം ഒന്ന് വരാൻ തുടങ്ങിയത്. ഇനിയും അങ്ങോട്ട് 2030 വിഷൻ വരുന്നുണ്ടല്ലോ, 230 വിഷൻ വരുന്നുണ്ട്. എല്ലായിടത്തും റിയാദിൽ പോയാലുണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി. ബലദിയ എന്ന് പറയും. ബലദിയ, ഇത് അറബിയിൽ ബലദിയ. യെസ്, ഓക്കെ. എന്താ രസം, നല്ല രസമുണ്ട്. ആ നീലപ്പൂവ് ഉണ്ടോ? ഇത് ദമാം സീക്കോ നിന്നും നേരെ പോയാൽ ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ നിന്നാൽ നമ്മളെ ജുബൈൽ ദഹ്റാൻ ഹൈവേയിലേക്ക് എത്തും. ഇവിടുന്ന് സ്ട്രൈറ്റ് പോയാൽ. ഓക്കെ. പെട്രോൾ പമ്പ് ഇവിടെ കുറേ കമ്പനി ഉണ്ടാവുക. നമ്മൾ ദുബൈയിലെല്ലാം നോക്കി വെച്ചാൽ ദുബൈയിൽ ഇനോക്ക്, അഡ്നോക്ക് അങ്ങനത്തെ കുറച്ച് വരുള്ളൂ. അബുദാബിയിൽ അഡ്നോക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ കുറേ പമ്പ്. അതായത് നമ്മളെ മലയാളികൾക്കും ഇവിടെ നമ്മളിവിടെ മലയാളികൾക്കെല്ലാം പമ്പ് നമുക്ക് ഓണർഷിപ്പ് എടുക്കാൻ പറ്റും തോന്നുന്നു. കുറെ പേര് ഇവിടെ ഞാൻ കണ്ടിന്. ഹൈവേ, റിയാദ് ഹൈവേലല്ലോ. ആദ്യം ഇത് നമ്മളെ മലയാളിൻ്റെ അല്ലോ. പറഞ്ഞു സൗദി വരുമ്പോൾ ഇവിടെ പുതിയ നല്ല കാഴ്ചകളുണ്ട്. നമുക്ക് പുതിയ പുതിയ ബിൽഡിങ്സ് കാണാം. നമ്മൾ നാട്ടിൽ കാണത്തപ്പോൾ പുതിയ ഒരു വെറൈറ്റി ബിൽഡിങ്സും, വലിയ വലിയ ബിൽഡിങ്സും, അടിപൊളി ഫുഡ് കഴിക്കാം. പണ്ട് സൗദി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു പേടിയായിരുന്നു. അവിടെ എന്ത് കിടക്കുന്ന മക്ക മദീന അല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. മഴയത്ത് ചൂട് ബ്രോസ്റ്റഡും കട്ടൻ ചായ, പുതിയ കോമ്പിനേഷൻ ബ്രോസ്റ്റഡും കട്ടൻ ചായ. അത് നമ്മുടെ നാട്ടിലെല്ലാം ഉമ്മറത്തെല്ലാം ഇരിക്കുമ്പോക്ക് ആ മഴ പെയ്യുമ്പോണ്ടല്ലോ കട്ടൻ ചായവും എന്തെങ്കിലും ബിസ്ക്കറ്റ് അല്ലെങ്കിൽ എണ്ണക്കടി. എന്താ രസം. അത് നിങ്ങളെ ഭാഗത്താണ്. നിങ്ങളെ ഭാഗത്ത് കപ്പ, ചമ്മന്തി, കട്ടൻ കാപ്പി, ചായ. ആ മഴ വരുമ്പോ
എന്നാലും ഈ മഴ ഒരു അല്ല നല്ല നാട്ടിലത്തെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. കാരണം ഇത്ര ദിവസം വെയിലും കാര്യങ്ങളും ഉണ്ടായിട്ട് പെട്ടെന്ന് ഒരു മഴ കിട്ടുമ്പോ മനസ്സിൽ കുളിർമോ അതെ, എനർജി വരുന്നുണ്ട്. ഒരു നൈറ്റ് ലോങ് റൈഡ് പോകാൻ പറ്റിയ ക്ലൈമറ്റ്. പക്ഷെ കെയർഫുൾ ആയിട്ട് പോകേണ്ടി വരും. കാരണം വണ്ടി പറ്റ സ്പീഡ് പോകാനൊന്നും പറ്റൂല. അപ്പൊ ബാക്കിയുള്ള ഇത് ഈ സീസണിലാകുമ്പോക്കാണ് ഈ ചെടികള് നല്ല രസമാണ്. ഈ പൂവെല്ലാം ഉണ്ടല്ലേ, റെഡ് ലൈൻ, പനമരം, ഈത്തപ്പന. പന കഴിക്കണമെങ്കിൽ സൗത്ത് ഇത് നല്ല രസമല്ലേ ഈ മഴ പെയ്താല്, നല്ല കാഴ്ചകൾ കാണാൻ. ലൈറ്റും നല്ല രസം. ക്ലൗഡ്സും. ലൈറ്റ് ഇട്ടിട്ടില്ലടാ, വണ്ടിയുടെ ലൈറ്റ്. വണ്ടിന്റെ ലൈറ്റാണ്. ഇത് നേരെ പോകുന്നത് ജുബൈൽ ദഹറാൻ ഹൈവേയിലേക്കാണ്. ഇവിടുന്ന് എനിക്ക് 2-3 കിലോമീറ്റർ ഉണ്ട്. നല്ല രസമുണ്ടല്ലോ. ആരോ വിളിക്കുന്നുണ്ട്.